എല്ലാ സജ്ജനങ്ങൾക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എന്നും പറയുന്നത് പോലെ ഇന്ന് പറയുന്നത് കയ്യൂന്നി അല്ലെ ഭൃംഗരാജൻ ആണ് ഇതിൻ്റെ സംസ്കൃത വാക്ക്. അല്ലെങ്കിൽ കയ്യൂന്നി, ചിലത്ത് ഉണ്ണി എന്ന് പറയും, ചിലവർ കയ്യെണ്ണ എന്ന് പറയും. ഇങ്ങനെ പല രീതിയിൽ ഇതിനെക്കുറിച്ച് പല പ്രദേശത്തും പല രീതിയിലാണ് ഇതിൻ്റെ വാക്കുകൾ പറയുന്നത്. അപ്പം നമ്മളുടെ ഈ ഭൃംഗരാജൻ എന്ന് പറയുന്നത്, ഇത് ഭൃംഗരാജാസവം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ തനി നീരെടുത്താണ് ഭൃംഗരാജാസവം എന്ന് പറയുന്ന മരുന്നുണ്ടാക്കുന്നത്. ഈ തനി നീരിനകത്ത് മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഭൃംഗരാജ ആസവം എന്ന് പറയുന്നത്. ഭൃംഗരാജാസവം എങ്ങനെയെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കേണ്ട വിധം ആദ്യം പറയാം. ഇതുണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഭൃംഗരാജൻ എന്ന് പറഞ്ഞാൽ കയ്യെണ്ണ അല്ലെ കയ്യൂന്നി എന്ന് പറയുന്ന കയ്യുണ്ണി എന്ന് പറയുന്ന ഈ സാധനത്തെ പറിച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. എന്നിട്ട് ആ നീരിനകത്തോട്ട് ഒരു പിടി കുരുമുളക് ഇട്ടിട്ട് അത് അടുപ്പേ വെച്ച് ഭവനം ചെയ്യുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീര് മുഴുവനും ഈ കുരുമുളക് പിടിക്കുന്ന വറ്റിച്ച് പിന്നെ അത് ഉണക്കി പൊടിച്ചെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേനോ മറ്റെന്തെങ്കിലും ചുമ, കഫം, ശ്വാസമുട്ടൽ, തൊണ്ടവേദന, ഏക്കിള്, പനി, വയറ്റുവേദന ഇത്രയും എണ്ണത്തിന് കൊള്ളാവുന്നതാണ്. അത് കണക്കിന് മഞ്ഞപ്പിത്തത്തിനും ഇത് കഴിക്കാവുന്നതാണ്. മഞ്ഞപ്പിത്തത്തിന് കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തഴുതാമ വേരും വെളുത്താമണക്കിന് നാമ്പും കൂടെ അരച്ചാണ് കഴിക്കേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ ആ ഒരു ഡോക്യുമെൻ്ററി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അടയ്ക്കാമണി അതിൻ്റെ നാമ്പും കൂടെ ചേർത്തും നമുക്ക് അരച്ച് ഒറ്റമൂലിയായിട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് കയ്യൂന്നിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുവിധം ധാരണയായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇനി ഇത് കഴിക്കുമ്പോൾ ഇത് ചെയ്യുമ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കണം. അതായത് വിഷാംശം കളയണം, വയറ് ക്ലിയറാക്കണം. ശുദ്ധീകരിച്ചിട്ട് നമ്മൾ ഔഷധങ്ങൾ സേവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഔഷധം അതിൻ്റെ അനുപാതത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് അല്ലെ ശരീരത്തിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രോഗത്തിന് എളുപ്പം മാറ്റാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആയുർവേദ ആചാര്യന്മാർ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് ശുദ്ധി ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശരീരത്തെ ശുദ്ധി ചെയ്ത് കൊടുത്താൽ ശരീരം നമ്മുടെ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി ശരീരം ഉണ്ടാക്കിയെടുക്കും. അല്ലാതെ ഒരിക്കലും നമ്മൾ രോഗത്തിന് ഡയറക്റ്റ് മരുന്ന് കൊടുക്കേണ്ട കാര്യം ഒരു മനുഷ്യർക്കുമില്ല. പക്ഷേ ജനങ്ങളെല്ലാം ഇതിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ് രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ അബദ്ധവും അതുകൊണ്ടുള്ള കുഴപ്പങ്ങളുമായി കൂടുതലുണ്ടാകുന്നത്. എന്നും പറഞ്ഞ് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് കഴിയുന്നത് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നിഷ്ഠ കൊണ്ട് തന്നെ മാറ്റാൻ ഒക്കുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കാര്യം. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറയുകയാണ്. അതിനാൽ നിങ്ങളെല്ലാവരും ഇത് കണക്ക് നമ്മുടെ ചുറ്റുവട്ടത്തും ആ പ്രദേശത്തുമുള്ള ഒത്തിരി ഔഷധങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, ദശമൂലവും ദശപുഷ്പവും മാത്രമുണ്ടെങ്കിലും നമുക്ക് പല മരുന്ന് ചികിത്സയ്ക്കും നല്ല ഉത്തമമായൊരു പ്രവൃത്തിയാണ്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഈ ബുദ്ധിമുട്ടിനും നമ്മുടെ ഇപ്പോഴത്തെ ഉണ്ടാകാവുന്ന ആ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഈ പകർച്ചവ്യാധികൾക്ക് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ ഒക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസത്തെ പ്രദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.